കേരളത്തിലെ അതിപ്രശസ്തമായ നിരവധി ദേവീ ക്ഷേത്രങ്ങളിൽ 64 ക്ഷേത്രത്തിൻ്റെ മൂലക്ഷേത്രം എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രമാണ്. കൊടുങ്ങല്ലൂർ അമ്മയെ ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും വന്ന് തൊഴാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതുവരെയും തൊഴാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ആ ദർശനത്തിൽ നിന്ന് കിട്ടാവുന്ന പുണ്യം അത്രമേലാണ്. അതുപോലെ അവിടെ നമുക്ക് ഒരുപാട് വഴിപാടുകളുണ്ട്. ചുവന്ന പട്ട്, ആൾരൂപങ്ങൾ സമർപ്പിക്കുക, മഞ്ഞപ്പൊടി, ശർക്കര, ചുണ്ണാമ്പ്, അതുപോലെ നെയ്യ്, നാളികേരം സമർപ്പിക്കൽ, ഇതൊക്കെ ഭഗവതിയുടെ ഇഷ്ട വഴിപാടുകളാണ്. അതുപോലെ കടും പായസം കഴിപ്പിക്കാം. പിന്നെ ഗുരുതി പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, സാധാരണ ഉണ്ടാകുന്ന ദൃഷ്ടിദോഷം, കണ്ണീർ, ശത്രുബാധ, അതുപോലെ ഇങ്ങനെ കലഹങ്ങൾ, വിരോധങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ വക ദുരിതങ്ങളൊക്കെയും പൂർണ്ണമായി മാറ്റി പെട്ടെന്ന് തന്നെ ഒരു സമാധാനവും ഐശ്വര്യമൊക്കെ നമ്മുടെ കുടുംബത്തിലും കുടുംബാംഗങ്ങൾക്കായിട്ട് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതുവരെയും വരാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് തൊഴണം. അല്ലാതെ സാധിക്കുന്നവർ വർഷത്തിൽ ഒരു തവണയെങ്കിലും മുടങ്ങാതെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് വഴിപാട് കഴിച്ച് പോകാനായിട്ട് നോക്കുക. അതുപോലെ അവിടെ സാധാരണയായി ചെയ്യുന്നതാണ് വെടിവഴിപാടുകൾ. സാധാരണ വെടിവഴിപാടിന് 15 രൂപയും, അതുപോലെ ശത്രുവെടി എന്ന് പറഞ്ഞിട്ട് ഒരു വഴിപാടുണ്ട്, അതിന് 60 രൂപയാണ്. അത് അവർ നമ്മുടെ പേരും നാളും പറഞ്ഞിട്ട് ചെയ്യാനായിട്ട് സാധിക്കും.